പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകരാജനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകരാജനാം മിശിഹാ. ഹല്ലേലൂയാ, 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 കോടാകോടിതൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതായിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരുന്നേശു മിശിഹാ. കോടാകോടിതൻ ദൂതസൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതായിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരുന്നേശു മിശിഹാ. ഹല്ലേലൂയാ, 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 അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയ ദൈവജനമേ, നാം ഇന്ന് ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സുകളെയും ഒക്കെ ആ ദൈവത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. ആട്ടിടയന്മാരുടെ മുമ്പില് ദൈവദൂതൻ കടന്നു വന്നുകൊണ്ട് അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. കർത്താവിന്റെ മഹത്വം അവരുടെ മേലപ്പോൾ പ്രകാശിച്ചു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, കർത്താവായ ക്രിസ്തു. പ്രിയ ദൈവജനമേ, നമുക്കോരോരുത്തർക്കും വേണ്ടി അവനിതാ പിറന്നിരിക്കുന്നു. ആ വലിയ സദ്വാർത്ത കേട്ട ആട്ടിടയന്മാർ ഏറെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അതേ പ്രിയപ്പെട്ടവരെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഭൂമിയിലേക്ക് ദൈവകൃപ ഇറങ്ങി വരും. ആ ദൈവകൃപയാൽ നിറയുവാൻ ഏറ്റവും അധികം ആത്മാർത്ഥതയോടെ നമുക്ക് ആഗ്രഹിക്കാം. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
ദൈവത്തെ ഒന്ന് ആരാധിക്കാം, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ആ ആട്ടിടയന്മാരെ പോലെ തങ്ങളോട് പറയപ്പെട്ട ആ സദ്വാർത്ത കേട്ട ആട്ടിടയന്മാർ വളരെ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ അവരുടെ പട്ടണങ്ങളിലേക്ക് പോയി. അതേ പ്രിയ ദൈവജനമേ, വളരെ സന്തോഷത്തോടെ, വളരെ ആഹ്ലാദത്തോടെ നമുക്കും കർത്താവിനെ സ്തുതിച്ചാരാധിക്കാം, അവിടുത്തെ ഒന്ന് മഹത്വപ്പെടുത്താം, അവിടുത്തെ ഒന്ന് ആരാധിച്ചുകൊണ്ട് നമ്മിലേക്ക് അവിടുത്തെ കൃപ ഇറങ്ങി വരാനായിട്ട് ആത്മാർത്ഥതയോടെ പരിശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കും ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ദൈവമേ നന്ദി, 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 നന്ദി. സ്തുതി, 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 സ്തുതി ദൈവമേ. ആരാധന, ആരാധന, ആരാധന യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന ദൈവമേ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, ആദരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, ആദരം തുറന്നൊന്നായി പാടി വാഴ്ത്താം. ഹല്ലേലൂയ, 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 സ്തുതികൾക്കു യോഗ്യനമേശുവിനെ നന്ദിയോടെ ആരാധിക്കാം, സൽഗുണപൂർണനായവനെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാം. സ്തുതികൾക്കു യോഗ്യനമേശുവിനെ നന്ദിയോടെ ആരാധിക്കാം, സൽഗുണപൂർണനായവനെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാം. ആരാധന, സ്തുതി, ആരാധന, ഹല്ലേലൂയ, സ്തുതി, ആരാധന, ആരാധന, സ്തുതി, ആരാധന, ഹല്ലേലൂയ, സ്തുതി, ആരാധന, പൂർണ്ണ ശക്തിയോടെ ആരാധന, പൂർണ്ണ മനസ്സോടെ ആരാധന, പൂർണ്ണ ശക്തിയോടെ ആരാധന, പൂർണ്ണ മനസ്സോടെ ആരാധന. ആരാധന, സ്തുതി, ആരാധന, ഹല്ലേലൂയ, സ്തുതി, ആരാധന, ആരാധന, സ്തുതി, ആരാധന, ഹല്ലേലൂയ, സ്തുതി, ആരാധന, ഹല്ലേലൂയ, സ്തുതി, ആരാധന, ഹല്ലേലൂയ, സ്തുതി, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതേ പ്രിയ ദൈവജനമേ, ദിനവൃത്താന്ത പുസ്തകത്തില് 2-ാം ദിനവൃത്താന്തത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില് നാം ഇപ്രകാരം കാണുന്നുണ്ട്: കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ചു. കാഹളം, കൈത്താളം, മറ്റ് സംഗീതോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി. വീണ്ടും നാം കാണുന്നു, സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോൾ 89-ാം അധ്യായത്തിൽ 15-ാം വാക്യം ഇപ്രകാരമാണ് കാണുക: ഉത്സവഘോഷത്താൽ കർത്താവിനെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ,
അവർ കർത്താവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. പ്രിയ ദൈവജനമേ, നമുക്കും കർത്താവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കണം. നമുക്കും കർത്താവിൻ്റെ മുഖപ്രകാശത്തിൽ നടന്നുകൊണ്ട് നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കണം. അതേ പ്രിയ ദൈവജനമേ, നമുക്ക് നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഉത്സവഘോഷത്താൽ കർത്താവിനെ സ്തുതിക്കണം. ഉത്സവഘോഷത്താൽ കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് നമുക്കൊന്നൊരുങ്ങാം. ഉത്സവഘോഷത്തോടുകൂടെ കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനുമായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. നമ്മുടെ കരങ്ങളെയൊക്കെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താം. ആത്മാർത്ഥതയോടെ നമ്മുടെ കരങ്ങളെയൊക്കെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഏറ്റവും അധികം ശക്തിയോടുകൂടെ ഉത്സവഘോഷത്തോടുകൂടെ സ്തുതികളുടെ കീർത്തനങ്ങൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കാം. ഇതാ കർത്താവിന്റെ മുഖത്തിന്റെ പ്രകാശം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുഖത്തിന്റെ പ്രകാശത്തിലൂടെ നടക്കുവാനായിട്ട് അവിടെ നമുക്ക് ശക്തി തരുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമുക്ക് സ്തുതിക്കാം. അവിടുത്തെ ആരാധനയുടെ സ്തുതിഗീതങ്ങളോടെ നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈ നിമിഷങ്ങളില് ഈശോയുടെ ഹൃദയത്തോടൊന്ന് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ ഹൃദയത്തോട് ഏറ്റവും ഇണങ്ങിച്ചേർന്നവനായ ദാവീദ് സങ്കീർത്തനങ്ങൾ പാടി സ്തുതിച്ചുകൊണ്ട്, കിന്നരം വായിച്ചുകൊണ്ട്, വീണകൾ മീട്ടിക്കൊണ്ട് അവൻ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. നാം കാണുന്നുണ്ട് അവനിലേക്ക് ദൈവകൃപ ജീവിത അവസാനം വരെ കടന്നു വരുന്നത്. ദൈവത്തിന്റെ ആ കൃപ കൊണ്ട് നിറയുവാൻ പ്രിയ ദൈവമക്കളെ ഒരിക്കൽ കൂടെ നമുക്ക് ആഗ്രഹിക്കാം. ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരുവനെ ഞാൻ കണ്ടെത്തി എന്ന് ദൈവം പറയുമ്പോൾ ഇന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ആ വാക്യം പൂർത്തീകരിക്കാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം. ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരുവനെ ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞ ആ ദൈവത്തെ നമുക്കൊന്ന് സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം. നമ്മെ ഓരോരുത്തരെയും നോക്കിയിട്ട് ദൈവം പറയണം, ദാവീദിൽ എന്റെ ഹൃദയത്തിൽ ഇണങ്ങിയ ഒരുവനെ കണ്ടെത്തി എന്ന് പറഞ്ഞതുപോലെ, മകനെ, മകളെ, നിന്നിൽ എന്റെ ഹൃദയത്തിൽ ഇണങ്ങിയ ഒരുവനെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് കർത്താവിനെ സന്തോഷിക്കാനായിട്ട് കഴിയണം. ഈ നിമിഷങ്ങളില് നമുക്കൊരിക്കൽ കൂടെ നമ്മെ ഒന്ന് കൊടുക്കാം. ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ആത്മാർത്ഥതയോടെ, ആരാധനയുടെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട്, ആരാധനയുടെ ഒരു സ്തുതിയുടെ ഒക്കെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിനോടൊപ്പം ആയിരിക്കാം. Welcome, Holy Spirit. We are in your presence. Fill me with your power.
അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നെ നിറച്ചിടണേ. അഗ്നിയും നീയേ, കൊടുങ്കാറ്റും നീയേ, പെരുമഴ പോലെന്നെ നിറച്ചിടണേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ സക്കറിയായ്ക്ക് വെളിപ്പെടുത്തൽ നൽകുമ്പോൾ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു. ലൂക്കായുടെ സുവിശേഷം 1:15 വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഈ വചനത്തിന്റെ പൂർത്തീകരണം ഇതേ അധ്യായത്തിന്റെ 41 വാക്യത്തിൽ നിറവേറപ്പെടുന്നു. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അതേ പ്രിയ ദൈവജനമേ, ദൈവദൂതൻ മറിയത്തോട് അരുളി ചെയ്തതും ഇതൊക്കെ തന്നെയാണ്. നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുമെന്ന് ഇതാ മറിയത്തോട് ദൈവദൂതൻ വെളിപ്പെടുത്തുമ്പോൾ അതേ സംഭവം തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് എലിസബത്തിലേക്ക് കടന്നു വരുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. അതേ പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. നമുക്കും ആഗ്രഹിക്കാം നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനായിട്ട്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നാം കടന്നു ചെല്ലുന്ന ഇടങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായിരിക്കും. പ്രിയ ദൈവജനമേ, നമുക്കും ആഗ്രഹിക്കാം, നമുക്കും ദാഹിക്കാം പരിശുദ്ധാത്മാവ് നിറയാനായി. ഇതാ
നാം വീണ്ടും കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ ശിമിയോനെ കുറിച്ച്. ജെറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ശിമയോൻ കർത്താവിന്റെ വരവ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ശിമയോനെ കുറിച്ച് പറയുന്നത് അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു എന്നാണ്. അതെ, യേശുക്രിസ്തു പരിച്ഛേദന കർമ്മത്തിന് വേണ്ടി ആ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വന്തം ഭവനത്തിലിരുന്ന ശിമയോൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് യേശുക്രിസ്തുവിനെ കാണാനായിട്ട് ഒരു ഉൾപ്രേരണ ലഭിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കാണാം. അതേ പ്രിയ ദൈവജനമേ, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമുക്കുമാണ് ഇപ്രകാരമാണ് സംഭവിക്കുക. ദൈവാത്മാവിന്റെ പ്രേരണയാൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം നയിക്കപ്പെടും. നമുക്കത് കാണാം. നമ്മുടെ ഓരോ കാൽവയ്പ്പുകളിലും കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ആത്മാവ് കൊണ്ട് നിറയും. നമ്മുടെ ഓരോ നോട്ടങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് നിറയും. നന്മ മാത്രം കാണുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ നിമിഷങ്ങളില് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു ജനനം എനിക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തി എന്നിലേക്ക് ആവസിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. പുതിയൊരു ലഹരി കൊണ്ട് എന്നെ മത്തുപിടിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ. നീ നൽകുന്ന ആ വഴിയിലൂടെ ചരിക്കാൻ പരിശുദ്ധാത്മാവേ എനിക്ക് ശക്തി നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ, വരണമേ. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ വരണമേ, 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 വരണമേ. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ. പുതിയൊരു ജനനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ. പുതിയൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ. പുതിയൊരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ. ഉണർവിൽ ചരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം നവീകരിക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ലഹരിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ലഹരിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ്ലീഹ ദൈവജനത്തിന്റെ മുമ്പിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. ഒറ്റ പ്രസംഗത്തില് 3000-ഓളം പേർ അവനോടൊപ്പം ചേർന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇതാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാകും. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരിക്കലും ഇരിക്കാനായിട്ട് പറ്റുകയില്ല. നാം എപ്പോഴും കർത്താവിന് വേണ്ടി ഓടുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കും.
പ്രിയ ദൈവമക്കളെ, നമുക്കും ആഗ്രഹിക്കാം. പത്രോസ്ലീഹ ധൈര്യം കുറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ ഇതാ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശക്തിയുള്ള ധീരനായിട്ടുള്ള ഒരു മനുഷ്യനായി അവൻ തീർന്നെങ്കിൽ, പ്രിയ ദൈവജനമേ, നമുക്കോരോരുത്തർക്കും സാധിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ, ദൈവാത്മാവിന്റെ കൃപ നമ്മിൽ നിറഞ്ഞാൽ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും അനേകരെ ദൈവത്തിന്റെ മക്കളായി മാറ്റാനും. പൗലോസ്ലീഹ ദൈവജനത്തെ പീഡിപ്പിച്ചുകൊണ്ട് ചരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ പൗലോസ്ലീഹായെ ഇതാ കർത്താവിന്റെ സാക്ഷിയാക്കി മാറ്റിയ ആ വലിയ ശക്തി, ആ ദൈവിക ശക്തി, അത് നമ്മിലും നിറയാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, നമ്മിലും നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളില് നേരത്തെ നാം ആലപിച്ച ആ ഗാനത്ത് ഒരിക്കൽ കൂടെ ആലപിച്ചുകൊണ്ട് നമുക്കും പറയാം, പരിശുദ്ധാത്മാവേ എന്നിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഹൃദയത്തിലേക്ക്. ഒരിക്കൽ കൂടെ നമുക്കും ശക്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളാകാനുള്ള ആഗ്രഹത്തോടെ നമുക്കുമായിരുന്നു കൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്കും ആ ഗാനത്തിന് ഈരടികളോട് ചേർന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ, എനിക്കും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്ക് ആവസിപ്പിക്കണമേ. ആത്മാർത്ഥതയോടെ, ഹൃദയ പരമാർത്ഥതയോടെ, ദാഹത്തോടെ, അഭിവാഞ്ചയോടെ നമുക്കും ആഗ്രഹിക്കാം. പ്രിയ ദൈവജനമേ, ആഗ്രഹത്തോടെ നമുക്കും പാടാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.